ഒരു യാത്രക്കിടയിലാണ് ഞങ്ങൾ കൂട്ടുകാരുടെ വീട്ടിൽ ഇറങ്ങാൻ ഇടയായത്. അപ്രതീക്ഷിതമായി പോയ യാത്രയിൽ കണ്ടുമുട്ടിയ റംബൂട്ടാൻ ഞങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. കൂട്ടുകാരുടെ വിശേഷങ്ങളോ വീട്ടുവിശേഷങ്ങളോ ഒന്നും തിരക്കാൻ ഞങ്ങൾ നിന്നില്ല. ഞങ്ങൾ ആദ്യമേ മരത്തിൽ കയറി ഞങ്ങളുടെ പരിപാടി തുടങ്ങി. ഞങ്ങൾ അവസാന ബെഞ്ചുകാർ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ ഞങ്ങൾ അവസാനമാണ് എത്തിയതെന്നാണ് കൂട്ടുകാരി പറഞ്ഞത്. കുറച്ചു ദിവസം മുന്നേ വന്നിരുന്നു എങ്കിൽ ചാകരയായിരുന്നു എന്നാണ് അവൾ പറഞ്ഞിരുന്നത്. ഞങ്ങൾ പറഞ്ഞു സാരമില്ല, അടുത്ത വർഷത്തെ ടെൻഡർ ഞങ്ങൾ ഇപ്പോഴേ പിടിക്കുന്നു എന്ന്. ഒന്നാം റൗണ്ട് വളരെയധികം മനോഹരമായി തന്നെ ഞങ്ങൾ തീർത്തിരിക്കുന്നു. ഇനി വരുന്ന കാക്കയും പൂച്ചയും വവ്വാലൊക്കെ ശശിയായി തിരിച്ചു പോകും. കാര്യം ഒന്നില്ല, ഞങ്ങൾ പറിച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ കൂട്ടുകാരിയുടെ അമ്മയുമായി ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷമാണ് രണ്ടാം റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നത്. റംബൂട്ടാൻ രണ്ട് തരത്തിലുണ്ട്, വരിക്കയുമുണ്ട് കൂഴയുമുണ്ട്. വരിക്കയ്ക്കാണ് ഡിമാൻഡ് കൂടുതൽ. പോരാത്തതിന് നല്ല രുചിയുമുണ്ട്. വെയിലിനെ പോലും വകവയ്ക്കാതെ ഞങ്ങളുടെ ദൗത്യം മുന്നോട്ട് തന്നെ നീങ്ങി. ഞങ്ങൾ അവസാന റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ദൗത്യം പൂർത്തിയായിരിക്കുകയാണ്. രണ്ടാം റൗണ്ടും വളരെയധികം മനോഹരമായി തന്നെ ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി കുറച്ചു നേരം വീട്ടുവിശേഷങ്ങളൊക്കെ തിരക്കിയതിനു ശേഷം ഞങ്ങൾ 3:30 അവിടെ നിന്ന് ഇറങ്ങി. ഒരു പെട്ടി റംബൂട്ടാനുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. യാത്ര അയക്കാൻ അങ്ങനെ കൂട്ടുകാരിയും വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്